നമ്മൾ ഏത്തപ്പഴം വെച്ച് ഒരു മധുരമാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് റെഡിയാക്കിയെടുക്കുന്നത്. വലിയൊരു ഏത്തപ്പഴം, ആവശ്യത്തിന് തേങ്ങ ചിരകിയത്, ഒരു അരമുറിയോളമുണ്ട്, ഒരു 100 ഗ്രാം ശർക്കര ചിരകിയത്, ആവശ്യത്തിന് ഏലക്ക, പിന്നെ ഞാൻ വിസ്കിയാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. റമ്മോ വൈറ്റ് വൈനോ എന്താ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബനാന ഞാൻ ആ വലിയതിനെ 3 പീസായി മുറിച്ച് അതിന് നീളത്തിൽ ഓരോ പീസും 4 തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കുക, അതിനകത്ത് ബട്ടറിൽ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ തിൻ സ്ലൈസസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബനാന മുറിച്ചെടുക്കാം. കുട്ടികൾക്ക് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിൽ തന്നെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാം ആയാലും മതി. അപ്പോൾ ബട്ടർ ഉരുകി കഴിയുമ്പോൾ നമ്മൾ ഈ ബനാന 2 സൈഡും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, കാരമലൈസ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 15 മിനിറ്റ്സ് മതി കുക്കിംഗ് ടൈം കേട്ടോ. ഗംഭീര ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും കാരമലൈസ് ചെയ്തെടുക്കും. ഞാൻ എല്ലാപ്പോഴും പഴംപൊരിയൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് റെഡിയാക്കി എടുക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ 2 സൈഡും ഒന്നും കാരമലൈസ് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ നമുക്ക് ശർക്കര തൂക്കി കൊടുക്കുക. അതിന് പിന്നെ അളവൊന്നുമില്ല കേട്ടോ, എല്ലാ പഴം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കൂടി ഒഴിച്ച് വരണം. ഐസ്ക്രീമുമായിട്ടാണ് സെർവ് ചെയ്യേണ്ടത്, അപ്പോഴാണ് അതിൻ്റെ ഗംഭീര രുചി കിട്ടുള്ളൂ. ആ ചൂട് ബനാന ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റായി വരും, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിന്. അപ്പോൾ നല്ല ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഏത്തപ്പഴമൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടായിരിക്കുമല്ലോ, ഇനി കിട്ടാനും ഈസിയാണല്ലോ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ വിസ്കി ആയാലും കുഴപ്പമില്ല, ശരിക്കും റമ്മോ വൈറ്റ് വൈനോ ഒക്കെയാണ് ചേർക്കുന്നത്. വിസ്കി ആണെങ്കിലും ആ ടേസ്റ്റിന് ഒരു കുറവും വരുത്തില്ല കേട്ടോ. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം വരുമെന്നുള്ളൂ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 സൈഡും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക, ഒന്ന് കാരമലൈസ് ചെയ്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന, വീണ്ടും ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഐസ്ക്രീമായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ശർക്കര തൂക്കി കൊടുക്കുക. ഒരു സൈഡിലേക്ക് ശർക്കര തൂക്കി കൊടുക്കുക, അതൊന്ന് ഉരുകി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിലേക്ക് തേങ്ങ തൂക്കി കൊടുക്കുക. അപ്പോൾ ആ ബട്ടറിൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്താ സ്വാദെന്ന് അറിയുമോ, ഒരു രക്ഷയില്ലാത്ത സ്വാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ കട്ടി കുറഞ്ഞ ബനാനയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 4 പീസസിന് പകരം ഒരു 3 പീസൊക്കെ ആയിട്ട് മുറിച്ചാലും മതി കേട്ടോ. എന്നിട്ട് സോഫ്റ്റായി വരും പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സാധാരണ ബനാന വട്ടത്തിലരിയുമാര് മുറിച്ചാലും മതി. ഞാൻ ഇതുപോലെ ഒന്ന് കുട്ടികൾക്കൊന്നൊരു അട്രാക്ഷന് വേണ്ടി ഇങ്ങനെ നീളത്തിൽ മുറിച്ചതേ ഉള്ളൂ. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ മണമാണ് ബട്ടറിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. 2 സൈഡും അങ്ങനെ കരിഞ്ഞു പോകാതെ മറച്ചിട്ട് കൊടുക്കണം, നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ തന്നെ. അപ്പോൾ അത് 2 സൈഡും ആയി കഴിയുമ്പോൾ നമുക്ക് ശർക്കര തൂക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അളവൊന്നുമില്ല, ജസ്റ്റ് തൂക്കി കൊടുക്കുക. എല്ലാത്തിലും ഒന്ന് കോട്ടായിരിക്കണം. അത് പയ്യെ ഉരുകി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കര തൂക്കി കൊടുത്തു. ഇതൊന്ന് പയ്യെ ഉരുകി വന്നോട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഉരുകി വരും. അതിനകത്തേക്ക് ബനാനയിലേക്ക് അങ്ങ് പിടിക്കും. ബനാന ഓൾറെഡി ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ ഇരിക്കുകയാണല്ലോ. ഇനി അത് ഒന്നുരുകി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും തിരിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ തേങ്ങ വിതറി കൊടുക്കണം. അതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ഒരുപാട് തിന്നായിപ്പോയി കേട്ടോ. അപ്പോൾ അത് മുറിഞ്ഞു പോയി. അപ്പം നിങ്ങൾ മുറിക്കുമ്പോൾ ഒരു 3 കഷ്ണം, സാധാരണ വലിപ്പമുള്ളതാണ്, ഇച്ചിരി വലിപ്പമുള്ള അധികമുള്ള ബനാനയായിരുന്നു. അപ്പം മറ്റേ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു. ഇനി മറ്റേ സൈഡിൽ നമുക്ക് തേങ്ങ തൂക്കി കൊടുക്കാം.
ഇപ്പോൾ ശർക്കര തേച്ചിടുമ്പോൾ ഒന്നുകൂടെ അതിനകത്തേക്ക് സ്റ്റിക്കായിട്ടിരിക്കും. ശർക്കരയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അതില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തേനോ എന്തെങ്കിലും ചേർത്താലോ, അത് പഞ്ചസാര കാരമലൈസ് ചെയ്തും ചേർക്കാം. അപ്പോൾ തേങ്ങ തൂക്കി കൊടുക്കാം മറ്റേ സൈഡിലേക്ക്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്നുകൂടി തിരിച്ചിടുക, തീ ഓഫ് ചെയ്ത്. പിന്നെ നമുക്ക് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി തീ ഓഫ് ചെയ്തതിന് മുമ്പ് തന്നെ ഏലക്കാപ്പൊടി ചേർക്കുക. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിസ്കി ചേർക്കുക. വിസ്കി ചേർക്കുമ്പോൾ വിസ്കിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ വിസ്കി കഴിക്കുമ്പോൾ ഒന്ന് സോഗി ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അതങ്ങ് വേപ്പറൈസ് ചെയ്ത് പൊക്കോളും. അതിൻ്റെ ടേസ്റ്റോ അതിൻ്റെ മണമോ ഒന്നും വരത്തില്ല, പക്ഷേ ടേസ്റ്റ് കൂട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ അത് ആഡ് ചെയ്താൽ ടേസ്റ്റ് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ഉണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ തേങ്ങ ചേർത്ത് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടി ചേർത്തു, കൊടുത്തു. അപ്പോൾ അതെല്ലാം അടുത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വിസ്കി ചേർക്കാം. ഒരുപാട് ചേർക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഗായി കിട്ടണം. ജസ്റ്റ് ഒരുപാട് ക്വാണ്ടിറ്റി ചേർക്കരുത്. ഒരു 1/4 കപ്പ് ധാരാളം മതി ഇപ്പുറത്തിന്. അപ്പോൾ എല്ലാ ബനാനയിലും ഒന്ന് സോഗായി വരണം. അത് അപ്പോൾ തന്നെ വേപ്പറൈസായി പോകും, പക്ഷേ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആക്കും. ഒരു ക്രിസ്പി ആയിരിക്കും, ഔട്ട് സൈഡ് ആകും സോഫ്റ്റായിട്ടും കിട്ടും. ചേർക്കാം. ഇഷ്ടം എല്ലാത്തിലും ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അതൊന്ന് ഉണ്ടായിട്ടായി പോകും. ആ ചൂട് താനുന്നുണ്ട്, നോക്കൂ. അത് പിന്നെ അത് കാണാനേ ഉണ്ടാവില്ല, മണമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പം കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവർ അപ്പം തന്നെ വന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു ഡിഷാണ്. പ്ലേറ്റിലേക്ക് നമുക്ക് 2 ബനാന ആദ്യം വെച്ച് കൊടുക്കുക. ആ ചൂട് ബനാനയുടെ മുകളിലേക്ക് തന്നെ ഐസ്ക്രീം വെക്കുക. അതിൻ്റെ മുകളിലൊരു ചൂട് ബനാന വീണ്ടും വെക്കുക. അതിഗംഭീര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വ്ലോഗ്സ്. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പിയായിട്ട് ഉടനടി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അത് നോക്കൂ, ബനാനയുടെ മുകളിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീം ചൂടോടെ വരുമ്പോൾ പയ്യെ മെൽട്ടായിട്ട് വരും. അപ്പോൾ രണ്ടും കൂടി ഒരു കഷ്ണം ബനാന മുറിച്ച് അതിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ കൂടി കഴിക്കുമ്പോൾ എന്താ സ്വാദെന്നറിയോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് കഴിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീം അങ്ങ് ഉരുകി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ ഒരു പരുവത്തിലായി വരും കേട്ടോ. അപ്പോഴാണ് സ്വാദ് കൂടുതൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വ്ലോഗ്സ്. ബൈ. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ബട്ടറിൽ മൊരിഞ്ഞ തേങ്ങ ഉണ്ടല്ലോ, അതിനാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. താങ്ക് യു, ബൈ.